അരുൺ, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യത്തിന് നീതി നടപ്പിലാക്കി എന്നുള്ളതാണ് പ്രധാനമന്ത്രി ആദ്യം പറഞ്ഞത്. കാരണം എന്ന് പറയുന്നത് അത് രാജ്യത്തെ സ്ത്രീകൾക്ക് സമർപ്പിക്കുന്നു എന്നാണ് രണ്ടാമത് പറഞ്ഞത്. അപ്പം പാകിസ്ഥാൻ ഭീകരത വളർത്തുന്നു എന്നുള്ള കാര്യം ലോകരാജ്യങ്ങളെ നല്ല രീതിയിൽ അറിയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്താണ്, പാകിസ്ഥാന് ഇനി ഇന്ത്യക്കെതിരെ ആണവ ആയുധം പ്രയോഗിക്കുമെന്നുള്ള ഭീഷണി വേണ്ട എന്നുള്ള കാര്യം പിന്നീട് പറയുന്നു. അപ്പം ന്യൂക്ലിയർ ഭീഷണി വേണ്ട എന്ന് പറയുകയും ഓപ്പറേഷൻ സിന്ദൂർ ചരിത്രം സൃഷ്ടിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് എന്താണ്, ഭീകരതയോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്ന് ഇന്ത്യ ഉറപ്പ് നൽകുകയാണ്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ നിൽക്കില്ല എന്നുള്ളതാണ്. വെള്ളവും ചോരയും ഒന്നിച്ച് ഒഴുകില്ല എന്ന് പറയുന്നതോടുകൂടി ശക്തമായ നിലപാടാണ് സ്വീകരിക്കുക. എവിടെയാണോ നമ്മൾ പറഞ്ഞു നിർത്തിയത് അവിടെ തന്നെ നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. അമേരിക്കയോട് പറയുന്നത് എന്താണ്, വ്യാപാരവും സഹകരണവും ഒന്നിച്ചു പോകില്ല എന്ന്, വ്യാപാരവും ഭീകരവാദവും ഒന്നിച്ചു പോകില്ല എന്നും സഹകരണവും ഒന്നിച്ചു പോകില്ല എന്ന് പറയുന്നു. അപ്പം പ്രധാനമന്ത്രി എന്താണോ രാജ്യത്തോട് പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി എന്നുള്ളത് മാത്രമല്ല, ഈ പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ എന്താണോ നമ്മൾ പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാജ്യം തീരുമാനിച്ചിരുന്നത് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും കൂടെ പറയുന്നു. അപ്പം ശക്തമായ മറുപടി പാകിസ്ഥാന് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്താണ്, ഇനി ഒരു ചർച്ച എന്ന് പറയുന്നത് പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്നും കൂടെ പറഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ എന്താണ്, പാകിസ്ഥാനുമായി വേറെ ഒന്നും ചർച്ച ചെയ്യാനില്ല, ഭീകരവാദത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം, POK കുറിച്ച് ചർച്ച ചെയ്യാം, വേറെ ഒന്നിനെക്കുറിച്ചും ചർച്ച ചെയ്യില്ല എന്ന് പറയുന്നതോട് കൂടിയിട്ട് പാകിസ്ഥാനെ ഇന്ത്യ ഒരു രാജ്യമായി കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് രീതിയിലുള്ള ശൈലിയോട് കൂടിയിട്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുള്ളത്. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോട് കൂടിയിട്ട് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ എന്താണ് ഈ പറഞ്ഞ ഇന്ത്യയുടെ നിലപാട് എന്ന് ക്ലാരിറ്റിയോടുകൂടി പറയാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.